പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന് പുതിയ ഭാരവാഹികൾ. പ്രസിഡന്റായി ചമയം ബാപ്പുവിനെയും ജനറൽ സെക്രട്ടറിയായി ഷാലിമാർ ഷൌക്കത്തിനെയും തിരഞ്ഞെടുത്തു. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രഥമ പരിഗണനയെന്ന് പുതിയ പ്രസിഡന്റ് ചമയം ബാപ്പു പറഞ്ഞു. ചമയം ബാപ്പുവും ഷാലിമാർ ഷൌക്കത്തും ഇനി പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വം വഹിക്കും. ഒരിടവേളയ്ക്കു ശേഷം വീണ്ടും ചമയം ബാപ്പു പ്രസിഡന്റായും ഷാലിമാർ ഷൌക്കത്ത് ജനറൽ സെക്രട്ടറിയായും ചുമതലയേറ്റു. നേരത്തെ ഇവർ 19 വർഷം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. നിലവിലെ പ്രസിഡന്റ് PTS മൂസു പുതിയ കമ്മിറ്റിയിൽ വർക്കിംഗ് പ്രസിഡന്റായും CP മുഹമ്മദ് ഇക്ബാൽ വർക്കിംഗ് സെക്രട്ടറിയായും പ്രവർത്തിക്കും. അബ്ദുൽ ലത്തീഫ് ടാലന്റാണ് ട്രഷറർ. ബുധനാഴ്ച ചേർന്ന 56ാമത് വർഷാന്ത പൊതുയോഗത്തിലാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. പെരിന്തൽമണ്ണയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നിർദ്ദേശിച്ച ബൈപ്പാസ് റോഡ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് പ്രസിഡന്റ് ചമയം ബാപ്പു പറഞ്ഞു. ട്രാഫിക് പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് പരിഹരിക്കാൻ ബൈപ്പാസ് വന്നാൽ മാത്രമേ ട്രാഫിക് പ്രശ്നം പരിഹരിക്കുകയുള്ളൂ. അതിനുവേണ്ടി പ്രഥമ പരിഗണന കൊടുത്ത് അതിനുവേണ്ടി പരിശ്രമിക്കുന്നതാണ്. മാത്രവുമല്ല, 20 കൊല്ലമായിട്ട് മാർക്കറ്റ് പൊളിച്ചു മാറ്റി പുതിയ മാർക്കറ്റ് വരാതെ അവിടുത്തെ വ്യാപാരികൾക്ക് മാത്രമല്ല പെരിന്തൽമണ്ണക്ക് തന്നെ ഒരു വമ്പിച്ച നഷ്ടമാണ് സംഭവിച്ചത്. അതിന് മുനിസിപ്പാലിറ്റിയേറ്റും MLA-യേറ്റും ഗവൺമെന്റ് ലെവലിലും ബന്ധപ്പെട്ട് അതിന് ഉടനടി ഒരു പരിഹാരം കാണുവാൻ ശ്രമിക്കുക. മുനിസിപ്പൽ മാർക്കറ്റ് കോംപ്ലക്സ് വർഷങ്ങളായി പൂർത്തിയാകാതെ കിടക്കുകയാണ്. ഇതിന് പരിഹാരം കാണണം. വ്യാപാരികളെ കുടിയിറക്കിയുള്ള നഗരവികസനത്തിന് അനുവദിക്കില്ല. നഗരത്തിൽ നിന്നും എടുത്തുകളഞ്ഞ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും പ്രസിഡന്റ് ചമയം ബാപ്പു ആവശ്യപ്പെട്ടു. ഏത് ടൗണിൽ പോയാലും ബസ് സ്റ്റോപ്പ് എല്ലാ സിറ്റികളിലും ഉണ്ട്. കോഴിക്കോടാവട്ടെ, എറണാകുളമാവട്ടെ, ഇവിടെ പോയി പെരിന്തൽമണ്ണയിലുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് എടുത്തു കളഞ്ഞതിൻ്റെ പേരിൽ പെരിന്തൽമണ്ണക്ക് ദൂര ദിക്കിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് എവിടുന്ന ബസ് കയറിയാന്നും അറിയാതെ ചുറ്റിക്കറങ്ങുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ ബസ് സ്റ്റോപ്പ് നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ടതാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുന്നതാണ്. ടൗൺ വികസനത്തിന്റെ പേരിൽ സ്ഥിരമായി കച്ചവടം ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങൾ നീക്കുവാൻ എന്ന് പറഞ്ഞാൽ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടാണ്. അതിനകത്തെ ഒരു പ്രശ്നം വരുമ്പോൾ ഒറ്റക്കെട്ടായി അതിനെ എതിർക്കുന്നതാണ്. മർച്ചന്റ് അസോസിയേഷനിൽ അംഗങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാ അംഗങ്ങളുടെയും സൗകര്യത്തിന് വിസ്തൃതിയിലുള്ള പുതിയ ഓഫീസ് പുതിയ കമ്മിറ്റിയുടെ ലക്ഷ്യമാണെന്ന് ജനറൽ സെക്രട്ടറി ഷാലിമാർ ഷൌക്കത്ത് പറഞ്ഞു. ഓഫീസിന്റെ വലിപ്പം 1200ഓളം മെമ്പർമാരുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തുകൂടുന്നതിനുള്ള ഒരു സൗകര്യം ഉണ്ടായിട്ടില്ല. അതിന് വിശാലമായ രീതിയിലുള്ള സൗകര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതും ഈ പുതിയ കമ്മിറ്റിയുടെ ഒരു കാഴ്ചപ്പാടായിട്ട് കാണുകയാണ്. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.